ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായ തന്ത്രി കണ്ഠര് രാജീവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് ഹാജരായത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 5 മണിക്കൂറോളമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കണ്ഠര് രാജീവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. അതിൽ പ്രധാനമായും ചോദിച്ചിട്ടുണ്ടാകാനുള്ള ചോദ്യങ്ങൾ അത് ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി എത്തിച്ചത് തന്ത്രിയാണ് എന്നുള്ളതാണ് SITയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അങ്ങനെ സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് വഴി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള അതുമായി ബന്ധപ്പെട്ട് ഈ ഗൂഢാലോചന നടത്തിയ ആളുകളുടെ പട്ടികയിൽ അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള പങ്ക് തന്ത്രിക്കുണ്ടോ? ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം ഏതെങ്കിലും തരത്തിലുണ്ടായിട്ടുണ്ടോ? ഈ കാര്യങ്ങളിലൊക്കെയാണ് പ്രധാനമായും ഇഡി അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലാണ് നടന്നിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ലഭ്യമാക്കാം. തന്ത്രിയുടെ മറുപടി എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് തന്ത്രി ഈ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, തന്ത്രി ഇനി വിളിപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 മണിയോടുകൂടിയാണ് തന്ത്രി കണ്ഠര് രാജീവര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുമ്പാകെ ഹാജരായത്. നേരത്തെ ഇഡി നടത്തിയ പരിശോധനയിൽ തന്ത്രിയുടെ വീട് ഒഴിവാക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തന്ത്രിയെ സംരക്ഷിക്കാനുള്ള നടപടി ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നൊക്കെ ആക്ഷേപം ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തന്ത്രിയെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇഡി രജിസ്റ്റർ ചെയ്ത കേസിൽ തന്ത്രി പ്രതിയാകുമോ അതോ സാക്ഷിയാകുമോ എന്നുള്ളതാണ്. ഇന്ന് മൊഴിയെടുപ്പ് നടത്തി ആ മൊഴിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുക. ഉന്മേഷം, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.